ഗൗതമേ, മലയാളികളുടെ പ്രിയപ്പെട്ട കവിയാണ് റഫീഖ് അഹമ്മദ്. ഒരുപാട് നല്ല സിനിമാ ഗാനങ്ങളൊക്കെ എഴുതിയിട്ടുള്ള, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരുപാട് ഗാനങ്ങളുണ്ട്. ഇപ്പോൾ സ്പിരിറ്റ് സിനിമയിൽ പല ഗാനങ്ങളുണ്ട്. അപ്പോൾ അത്തരം ഗാനങ്ങളൊക്കെ എഴുതിയ വ്യക്തിയാണ് പുള്ളി. ഇപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് വയലൻസ്, ഇപ്പോൾ അദ്ദേഹം കണ്ട സിനിമകളെല്ലാം വയലൻസാണ്. അത്തരം വയലൻസ് സിനിമകൾ ഒരുപാട് സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്ന തരത്തിലൊരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ വയലൻസ് സിനിമകൾ ഒരു വലിയ ബാധ്യതയാകുന്നുണ്ടോ കേരളത്തിന്? യഥാർത്ഥത്തിൽ ഈ വയലൻസ് സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിരന്തരമായിട്ട് ഇപ്പോൾ ചർച്ചകൾ വളരെ സജീവമായിട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകിച്ചും മാർക്കോ പോലുള്ള ഉണ്ണി മുകുന്ദൻ്റെ സിനിമകൾ ഇറങ്ങിയതിന് പിന്നാലെ അതാണ് ഇന്ത്യയിലെ തന്നെ ഇപ്പോൾ നിലവിൽ പുറത്തിറങ്ങിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ള സിനിമയാണ് എന്നതാണ് പറയപ്പെടുന്നത്. മലയാളം വലിയ രീതിയിൽ അഭിമാനിക്കുന്നു. ഞങ്ങൾക്കും അറിയാടാ വയലൻസ് ഉള്ള, നിന്നെയൊക്കെ KGF-നെയും മറ്റേതിനെയും വെട്ടുന്ന വയലൻസ് ഉണ്ടാക്കാൻ ഞങ്ങൾക്കും അറിയാമെന്ന് മലയാളം തെളിയിക്കുകയും ചെയ്തു മാർക്കോ എന്ന് പറയുന്ന ഉണ്ണി മുകുന്ദൻ്റെ സിനിമയിൽ. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു പ്രതികരണം റഫീഖ് അഹമ്മദിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഈ കാര്യം പ്രതികരിച്ചത് ശിവഗിരി തീർത്ഥാടന സാഹിത്യ സമ്മേളന വേദിയിലാണ് ഇപ്പോൾ അദ്ദേഹം ഈ കാര്യം പ്രതികരിച്ചിരിക്കുന്നത്. പാർത്ഥൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലത്തെ തന്നെ മലയാളത്തിന് ഒട്ടനവധി മനോഹരമായിട്ടുള്ള ഗാനരചയിതാവാണ് അദ്ദേഹം. നല്ല വരികളുള്ള ഗാനങ്ങൾ സമ്മാനിച്ചൊരു എഴുത്തുകാരനാണ്, ഒരു കവിയാണ് യഥാർത്ഥത്തിൽ റഫീഖ് അഹമ്മദ് എന്ന് പറയുന്നത്. ഒരു കവി ഹൃദയത്തിൽ നിന്നാണ് ഈ ഒരു കാര്യം പുറത്തു വരുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. സ്പിരിറ്റിലെ മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള വരികളൊക്കെ എഴുതിയിട്ടുള്ള ഒരാളാണ്. ഈ പുതിയ തലമുറയിലെ ഗാനങ്ങളിൽ നല്ല വാക്കുകളില്ല, അല്ലെങ്കിൽ നല്ല ഗാനങ്ങളില്ല എന്ന് പറയുന്ന ഒരു വിമർശനം നമ്മൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ റഫീഖ് അഹമ്മദ് വളരെ ശ്രദ്ധേയനായിട്ട് മാറിയിരുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ വരികൾ എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള വരികളായിരുന്നു, നല്ല ഗാന രചയിതാവായിരുന്നു എന്നുള്ള ഖ്യാതിയൊക്കെ അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് ഈ ഒരു പരാമർശം വരുന്നു എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. OTT പ്ലാറ്റ്ഫോമിലും അതോടൊപ്പം തന്നെ തിയേറ്ററിലൊക്കെ പോയിട്ട് നിരവധി സിനിമകൾ ഈ വർഷം താൻ കണ്ടുവെന്നും ഈ കണ്ടന്റുകളെല്ലാം തന്നെ വയലൻസ് ആണെന്നും ഈ വയലൻസ് സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ ഉണ്ടാക്കുന്നു എന്നുമാണ് യഥാർത്ഥത്തിൽ റഫീഖ് അഹമ്മദ് ഇവിടെ പ്രതികരിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ കൃത്യമായിട്ട് പരിശോധിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ 2K കിഡ്സ് ഇപ്പോൾ പറയും നമ്മൾ തന്ത വൈബുള്ളവരാണെന്ന്. കാരണം വയലൻസിനെതിരെ പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്ത വൈബിൻ്റെ ഒരു കൺസെപ്റ്റിൽ വരുന്ന ഒരു കാര്യമാണ്. മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക, വയലൻസ് ഒക്കെ തെറ്റാണെന്നൊക്കെ പറഞ്ഞാൽ അത് തന്ത വൈബാണ്. പക്ഷേ തന്ത വൈബിലും ചില നല്ല അംശങ്ങൾ ഉണ്ട് എന്ന് ഈ 2K കിഡ്സ് മനസ്സിലാക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ദൃശ്യം പോലുള്ള സിനിമകൾ കണ്ടിട്ട് ഈ കൊലപാതകം ഞാൻ കണ്ടത് ദൃശ്യൻ മോഡലിലാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിരവധി പ്രതികൾ ഈ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്, ചില കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഈ വർഷം മലയാളത്തിൽ ഏകദേശം 204 സിനിമകളോളം റിലീസായിട്ടുണ്ട്. ഈ 204 സിനിമകളിൽ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഇതിൽ ഭൂരിപക്ഷം സിനിമകളും നഷ്ടമാണ്. അതായത് 1000 കോടി മുതൽ മുടക്കിൽ മൊത്തം സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കിട്ടിയ ലാഭം എന്ന് പറയുന്നത് വെറും 300 കോടിയാണ്. ബാക്കി 700 കോടിയോളം നഷ്ടമാണെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് വെറും 22 സിനിമകളാണ്, 22ആണെന്ന് തോന്നുന്നു, 22-23 സിനിമകളാണ് യഥാർത്ഥത്തിൽ 100 കോടിക്ക് മുകളിൽ പ്രവേശിക്കുകയും അല്ലെങ്കിൽ ഒരു ലാഭമുണ്ടാക്കിയ ഹിറ്റ്, സൂപ്പർ ഹിറ്റ് എന്നൊക്കെ പറയാവുന്ന ചിത്രങ്ങൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. അതായത് ഭൂരിപക്ഷം സിനിമകളും എന്താ പറയുക, ഫെയിലിയർ ആണ്. ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് പോലുള്ള സിനിമകൾ, മഞ്ഞുമൽ ബോയ്സിൽ വലിയ രീതിയിൽ വയലൻസ് ഉണ്ടോ? പാർത്ഥൻ എന്താണ് തോന്നിയത്? അല്ല, മഞ്ഞുമൽ ബോയ്സിൽ വയലൻസും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ വയലൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ക്രൂരത എന്നുള്ള രീതിയിൽ അതിൽ വയലൻസും കാര്യങ്ങളും. മഞ്ഞുമൽ ബോയ്സിൽ വയലൻസ് ഇല്ല. ഇത്തവണ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് നേടിയ സിനിമ മഞ്ഞുമൽ ബോയ്സ് ആണ്. അല്ല, വയലൻസ് ഞാൻ ഉദ്ദേശിച്ചത് ആ ഗുഹയിലെ രംഗങ്ങളിൽ ചില വയലൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ക്രൂരതയെ പറ്റി അല്ല, ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും കമന്റ് ഇടും, പ്രേക്ഷകർ കമന്റ് ഇടും, അതിൽ ചില വയലൻസ് ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെയല്ല, ഒരു ക്രൂരതയുടെ പര്യായമായ വയലൻസ് അതിൽ കാണിക്കുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. മഞ്ഞുമൽ ബോയ്സിലില്ല. അത് ഏകദേശം 200-ൽ കൂടുതൽ
എന്താണ് കോടി നേടിയ സിനിമയാണ്. അപ്പോൾ അത്തരം രീതിയിലുള്ള നല്ല ചിത്രങ്ങൾ, മഞ്ഞുമൽ ബോയ്സ് ആയിക്കോട്ടെ, പിന്നെ അതുപോലുള്ള മറ്റ് ഏതാനും ചിത്രങ്ങളൊക്കെ ഈ രീതിയിൽ നല്ല സിനിമകൾക്കെതിരെ നല്ല പൈസ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു തെറ്റിദ്ധാരണ ഇവിടെ പ്രൊഡ്യൂസർക്കും അതോടൊപ്പം തന്നെ മറ്റ് സംവിധായകർക്കൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതായത് വയലൻസ് കുത്തി നിറക്കുക, ചോരക്കളി, രക്തക്കളി, ഹൃദയം പറിച്ചെടുക്കുക, ചെവി കടിച്ചു പറിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് യുവാക്കൾ ഇതിലേക്ക് കയറി വരും. അതിലൂടെ ഞങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു ചിന്താഗതിയിലേക്ക് സിനിമ എന്ന് പറയുന്ന കലയെ ഒരു പക്ക കച്ചവടമാക്കിയിട്ട് പല നിർമ്മാതാക്കളും കാണുന്നു എന്നത് പറയുന്നതിൻ്റെ ഒരു ആ സമീപനത്തിലുള്ളൊരു തെറ്റാണ് യഥാർത്ഥത്തിൽ ഈ വയലൻസ് ഉള്ള ചിത്രങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിർമ്മിക്കപ്പെടാനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത്. ആക്ച്വലി മലയാളത്തിൽ ഈ ഒരു പ്രവണത കുറഞ്ഞ വർഷമേ ആയിട്ടുള്ളൂ കടന്നു വന്നിട്ട്. ഇത് കൂടുതലും തെലുങ്കിലും തമിഴിലും അതോടൊപ്പം തന്നെ ഹിന്ദിയിലും ഒക്കെയാണ് ഈ പ്രവണത കൂടുതലായിട്ട് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് ചില കാര്യങ്ങളെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഇൻഫ്ലുവൻസ് ആക്കിയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാർക്കോ പോലുള്ള ചിത്രങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ മലയാളമാണ് ഏറ്റവും മികച്ച കണ്ടന്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന നല്ലൊരു സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇപ്പോൾ അതാ നമ്മളെ അനുരാഗ് കശ്യപിനെ പോലുള്ള ആളുകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം നല്ല മികച്ച കലാമൂല്യമുള്ള സിനിമകൾ ഹിന്ദിയിൽ നിർമ്മിച്ചൊരു ഹിന്ദിയിൽ എടുത്തൊരു സംവിധായകനാണ്, നിർമ്മാണം ചെയ്തിട്ടുണ്ട്. ഗാങ്സ് ഓഫ് വസീപൂർ പോലുള്ള അങ്ങനെയുള്ള ഒരുപാട് ചിത്രങ്ങളൊക്കെ അദ്ദേഹം പറയുന്നത് ഹിന്ദിക്കാർക്ക് ബുദ്ധിയില്ല, മലയാളത്തെ കണ്ടു പഠിക്കുമെന്നാണ് ഈ ഈ അനുരാഗ് കശ്യപ് പറയുന്നത്. അവർക്ക് മഞ്ഞുമൽ ബോയ്സ് പോലുള്ള ഒരു സിനിമ എടുക്കാനുള്ള ബുദ്ധി ബോളിവുഡിനുണ്ടോ? അല്ലെങ്കിൽ ഭ്രമയുഗം പോലുള്ള ഒരു സിനിമ എടുക്കാനുള്ള ബുദ്ധി ബോളിവുഡിനുണ്ടോ? ഞാൻ കുറച്ചും കൂടി സൗത്ത് ഇന്ത്യയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്, ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അകന്നു നിൽക്കുക ചെയ്യുന്നത് ബോളിവുഡുമായിട്ട്. അത് കുറച്ചും കൂടെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി സിനിമകൾ ചെയ്യുന്ന നാടാണ് കേരളം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ വേദനകളെ, മനുഷ്യൻ്റെ ജീവിത സാഹചര്യത്തെ കുറച്ചുകൂടി അടുത്തറിയാൻ തുടങ്ങി. പണ്ടത്തെ അടിപ്പടങ്ങളിൽ പോലും മനുഷ്യൻ്റെ വേദനകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് മലയാളത്തിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ ഗൗതം പറഞ്ഞെടുത്ത് ഞാൻ നേരത്തെ ഇപ്പം ഈ വയലൻസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഒരു പഠനം വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഏറ്റവും കൂടുതൽ മനുഷ്യനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതാണ്, അല്ലെങ്കിൽ കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ, എന്ന് പഠിച്ചപ്പോൾ അതിൽ അവർ പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് മനുഷ്യ മനസാക്ഷിയെ ഏറ്റവും കൂടുതലായിട്ട് സ്വാധീനിക്കുന്ന ഘടകം എന്ന് പറയുന്നത് സിനിമയാണ് എന്നുള്ളതാണ്. അത് ഏതൊരു മനുഷ്യനെയും സിനിമ കാണുന്ന ആൾ എങ്ങനെയാണ്, ആ കഥാപാത്രത്തിനോടാണ് താല്പര്യം തോന്നുന്നത്, അയാൾ ചെയ്യുന്ന വീരകൃത്യത്തിനോട് പലർക്കും താല്പര്യം തോന്നുന്നത്. അങ്ങനെ അതിലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുകയും അതിൽ സ്വാധീനിക്കപ്പെട്ട് പല കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യും. മലയാളത്തിൽ എത്രയോ നടന്മാരെ നായക പരിവേഷത്തെ ആരാധിക്കുന്ന ആളുകളുണ്ട്. അവർ നടക്കുന്നത് പോലെ വാച്ച് കിട്ടി ഷർട്ടൊക്കെ ഇട്ട് നടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സമൂഹമുള്ള നാട്ടിൽ, ഈ ദൃശ്യം കൊലപാതകം പോലുള്ള നിരന്തരമായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് സിനിമയായി കണ്ടാൽ പോരെ എന്ന് ചോദിക്കുന്നവരോട് സിനിമയായി കാണാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് ആളുകൾക്കിടയിൽ, അല്ലെങ്കിൽ ഒരു പുതിയ തലമുറയിലെ കുട്ടികൾക്കിടയിൽ, പുതിയ തലമുറ എന്നൊന്നുമില്ല, മനസ്സിൻ്റെ ഓരോ ആളുകളുടെ മാനസികമായ കാര്യങ്ങൾ പോലും ഇരിക്കും, അത് അവരെയൊക്കെ സ്വാധീനിക്കുകയും കുറ്റകൃത്യങ്ങളും പ്രതികാരവും ചെയ്താൽ മാത്രമാണ് ഞാനൊരാണായി നിൽക്കുക, എൻ്റെ കാമുകിയുടെ മുമ്പിൽ ഞാനൊരു മികച്ച ആളാകും എന്നൊക്കെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് ആണത്. അത് കൃത്യമാണ്. അത് എപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ ഈ സിനിമ കണ്ടിട്ട് ഞങ്ങളൊന്നും അങ്ങ് എല്ലാവരും ഇതുപോലെ പ്രതികാരദാഹികളാകണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങളെന്നല്ല, ഇത് കണ്ടിട്ട് ഒന്നോ രണ്ടോ പേരെങ്ങനെ ആയാൽ പോലും സമൂഹത്തിന് നഷ്ടപ്പെടുന്ന ജീവനുകളാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരു പരിധി വരെ ആളുകളെയൊക്കെ സ്വാധീനിക്കുന്ന കാര്യമാണ്. അത് അല്ലാത്ത യുക്തിപൂർവ്വം ചിന്തിക്കുന്ന ആളുകൾ ഇതിൽ പോയി വീഴില്ല, കാരണം പോലീസ് പിടിച്ചുകൊണ്ട് പോയി. അത് ചിന്തിക്കുന്ന ആൾക്കാർ വീഴില്ല. അല്ലാത്ത ആളുകൾ മരുന്നടിച്ചും ലഹരി അടിച്ചും ക്രൂരമായി കൊന്നു. ഇപ്പം തന്നെ തൃശ്ശൂരിൽ കഴിഞ്ഞ ദിവസം ഒരു കുത്തിക്കൊന്നു ഒരു 14 വയസ്സുകാരൻ പയ്യൻ, 30 വയസ്സുകാരനായ ഒരാളെ. അപ്പോൾ അതെല്ലാം ഈ പറയുന്ന പോലെ മാർക്കോ സിനിമ കണ്ടിട്ടാണെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെയല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. മാർക്കോ സിനിമ എന്നല്ല, ഇവിടെ ഇറങ്ങിയിട്ടുള്ള ഒരുപാട് വയലൻസ് സിനിമകളുണ്ട്. അപ്പോൾ ഫസ്റ്റ് തൊട്ട് ഇറങ്ങിയ ജയറാം മമ്മൂട്ടിയുടെ മിഥുൻ മാനുവൽ തോമസിൻ്റെ സിനിമയുണ്ടായിരുന്നു, ജയറാം മമ്മൂട്ടിയൊക്കെ അഭിനയിച്ചത്. ആ സിനിമ പറഞ്ഞ് ഇങ്ങോട്ടെല്ലാം പ്രതികാരത്തിൻ്റെ സിനിമകളാണ്. അപ്പോൾ ഇത്തരം സിനിമകൾ നമ്മുടെ മലയാളികളെ എന്നല്ല എല്ലാവരെയും സ്വാധീനിക്കാനുള്ള ഒരു ഘടകമാണ്. അപ്പോൾ അത് കൃത്യമായി ആളുകളെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്
എൻ്റെ ഒരു അഭിപ്രായം. ഇതിലിപ്പോൾ നമ്മൾ പറയുമ്പോൾ ആളുകൾ വിചാരിക്കും ദൃശ്യം ഒരു മോശം സിനിമയാണ്. ദൃശ്യം ഒരു വയലൻസ് സിനിമയല്ല. അവർ എന്തുകൊണ്ട് കൊലപ്പെടുത്തുന്നു എന്നതിന് അവർ കൃത്യമായിട്ട് അവിടെ ഒരു ന്യായീകരണം നിരത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത് അങ്ങനത്തെ ഒരു വയലൻസ് സിനിമയല്ല. അത് പിന്നെ അത് കണ്ടിട്ട് ആൾക്കാർ ഇൻഫ്ലുവൻസ് ആവുന്നുള്ളത് വേറൊരു കാര്യമാണ്. പക്ഷെ അതല്ലാതെ യാതൊരു ന്യായീകരണവും ഇല്ലാതെ നീതി എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഏക പരിഹാരം എന്ന് പറയുന്നത് ചവിട്ടുക, കുത്തുക, കൊല്ലുക, ചോര തെറിക്കുക, ഇതാണ് നീതിക്കുള്ള ഏക പരിഹാരം എന്നുള്ള രീതിയിൽ ചില സിനിമകൾ പുറത്തിറങ്ങുന്നുണ്ട്. ആ സിനിമകളുടെ കണ്ടന്റിലാണ് യഥാർത്ഥത്തിൽ അപകടം എന്ന് പറയുന്നത്. ഇത് കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ എന്താണ് ഇത് യുക്തിയൊന്നും ചിലപ്പോൾ ഉപയോഗിക്കും. ഞാനത് ഒരു 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 എന്താ പറയുക ഒരു ഡിബേറ്റ് തന്നെ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്. അതായത് സിനിമ എന്ന് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഇൻഫ്ലുവൻസ്ഡ് ആവില്ല, എന്നാൽ സിനിമ കണ്ടിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവും എന്ന് പറയും. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ കണ്ടിട്ട് കൃത്യമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവും. ആ ഇൻഫ്ലുവൻസ് സമൂഹത്തിൽ അതിൻ്റെ പ്രതിധ്വനി കൃത്യമായിട്ട് ഉണ്ടാകും എന്ന് പറയുന്നത് ഒരു വസ്തുത തന്നെയാണ്. അപ്പോൾ സിനിമ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ കണ്ടന്റ് എന്താണെന്നുള്ള രീതിയിലുള്ള കൃത്യമായിട്ടുള്ളൊരു സെൻസർഷിപ്പ് വേണം എന്നുള്ളതാണ് എൻ്റെ നിലവിൽ ഇപ്പോഴുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ നാളെ മാറിയേക്കാം. എന്തായാലും ഇപ്പോൾ ആ അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇപ്പോൾ കത്തിക്കുത്തു പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. 14 വയസ്സുകാരനാണ് കുത്തിക്കൊല്ലുന്നത്. എന്തൊരു അപകടകരമായിട്ടുള്ളൊരു രീതിയിലേക്കാണ് ഈ സമൂഹം പോകുന്നത് എന്ന് 2K കിഡ്സ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്ത വൈബ് ആകുമെന്ന് 2K കിഡ്സ് വിമർശിക്കാതെയും ഇരിക്കുക എന്നാണ് പറയാനുള്ളത്. കാരണം തന്ത വൈബിൽ പല മൂല്യങ്ങളും അടങ്ങിയിട്ടുണ്ട് അല്ലേ? തന്ത വൈബ് എന്നൊക്കെ പറഞ്ഞോട്ടെ, അതൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എന്നാൽ അവസാനിപ്പിക്കാനുള്ള സമയമായി. എന്തായാലും ഇത്തരം കാര്യങ്ങൾ നടക്കാതിരിക്കട്ടെ.